എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 9ാമത്തെ സങ്കീർത്തനം വായിച്ചത് പരമാവധി 9ാം സങ്കീർത്തനം. നീ മനമേ വാഴ്ത്തുകതാൻ ശുദ്ധനാമത്തെ പേർത്തും വാഴ്ത്തുകതാൻ ശുദ്ധനാമത്തെ പേർത്തും പാർത്ഥിവന്തൻ ഉപകാരത്തെ ഓർത്തു പാർത്ഥിവന്തൻ ഉപകാരത്തെ ഓർത്തു വാഴ്ത്തുക നീ മനമേ മനമേ എൻ പര
പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും. നിന്റെ അത്ഭുതങ്ങളൊക്കെ ഞാൻ വർണ്ണിക്കും. ഞാൻ നിന്നിൽ സന്തോഷിച്ച് ഉല്ലസിക്കും. അത്യുന്നതനായുള്ളവയെ ഞാൻ നിന്റെ നാമത്തെ കീർത്തിക്കും. എന്റെ ശത്രുക്കൾ പിൻവാങ്ങുകയിൽ ഇടറി വീണു. നിന്റെ സന്നിധിയിൽ നശിച്ചു പോകും. നീ എന്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു. നീ നീതിയോടെ വിധിച്ചുകൊണ്ട് സിംഹാസനത്തിലിരിക്കുന്നു. നീ ജാതികളെ ശാസിച്ച് ദുഷ്ടനെ നശിപ്പിച്ചു. അവരുടെ നാമത്തെ നീ സദാകാലത്തേക്ക് മായ്ച്ചു കളഞ്ഞു. ശത്രുക്കൾ മുടിഞ്ഞ് സദാകാലത്തേക്ക് നശിച്ചിരിക്കുന്നു. അവരുടെ പട്ടണങ്ങളെയും നീ മറിച്ചു കളഞ്ഞിരിക്കുന്നു. അവരുടെ ഓർമ്മ കൂടെ ഇല്ലാതെയായിരിക്കുന്നു. എന്നാൽ യഹോവ എന്നേക്കും വാഴുന്നു. ന്യായവിധിക്ക് അവൻ സിംഹാസനം ഒരുക്കിയിരിക്കുന്നു. അവൻ ലോകത്തെ നീതിയോടെ വിധിക്കും. ജാതികൾക്ക് നേരോടെ ന്യായപാലനം ചെയ്യും. യഹോവ പീഡിതന് ഒരു അഭയസ്ഥാനം, കഷ്ടകാലത്ത് ഒരു അഭയസ്ഥാനം തന്നെ. നിന്റെ നാമത്തെ അറിയുന്നവർ നിങ്ങൾ ആശ്രയിക്കും. യഹോവയെ നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ. സിയോനിൽ വസിക്കുന്ന യഹോവയ്ക്ക് സ്തോത്രം പാടുവിൻ. അവന്റെ പ്രവൃത്തികളെ ജാതികളുടെ ഇടയിൽ ഘോഷിപ്പിൻ. രക്തപാതകത്തിന് പ്രതികാരം ചെയ്യുന്നവൻ അവരെ ഓർക്കുന്നു. എളിയവരുടെ നിലവിളിയെ അവൻ മറക്കുന്നതുമില്ല. യഹോവേ എന്നോട് കരുണയുണ്ടാകണമേ. മരണവാദികളിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുന്നവനെ, എന്നെ പായിക്കുന്നവരാൽ എനിക്ക് നേരിടുന്ന കഷ്ടം നോക്കണമേ. ഞാൻ സിയോൻ പുത്രിയുടെ പടിവാതിലുകളിൽ നിന്റെ സ്തുതിയൊക്കെയും പ്രസ്താവിച്ച് നിന്റെ രക്ഷയിൽ സന്തോഷിക്കേണ്ടതിന് തന്നെ. ജാതികൾ തങ്ങളുണ്ടാക്കിയ കുഴിയിൽ താണുപോയി. അവർ ഒളിച്ചു വെച്ച വലയിൽ അവരുടെ കാൽ തന്നെ അകപ്പെട്ടിരിക്കുന്നു. യഹോവ തന്നെത്താൻ വെളിപ്പെടുത്തി ന്യായവിധി നടത്തിയിരിക്കുന്നു. ദുഷ്ടൻ സ്വന്തം കൈകളുടെ പ്രവൃത്തിയിൽ കുടുങ്ങിയിരിക്കുന്നു. ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളും പാതാളത്തിലേക്ക് തിരിയും. ദരിദ്രനെ എന്നേക്കും മറന്നു പോവുകയില്ല. സാധുക്കളുടെ പ്രത്യാശയ്ക്ക് എന്നും ഭംഗം വരികയുമില്ല. യഹോവ എഴുന്നേൽക്കണമേ, മർത്യൻ പ്രബലനാകരുതേ. ജാതികൾ നിന്റെ സന്നിധിയിൽ വിധിക്കപ്പെടുമാറാകട്ടെ. യഹോവയെ തങ്ങൾ മർത്യരത്രയെന്ന് ജാതികൾ അറിയേണ്ടതിന് അവർക്ക് ഭയം വരുത്തണമേ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, പിതാവേ, എല്ലാ സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇന്ന് കർത്താവേ ഈ ആഴ്ചവട്ടത്തിന് ഒന്നാമത്തെ ദിവസം ആരാധനയ്ക്കായി കർത്താവ് ജനത്തെ കർത്താവ് കൂട്ടുവരുത്തിയിരിക്കുന്നു. കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണം. ദൈവം ആഗ്രഹിക്കുന്ന ആരാധന ഇന്ന് കർത്താവിന് വെളിപ്പെട്ടുവന്ന് ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ചതായി കർത്താവ് സന്നിധിയിൽ ദൈവമേ യേശുവെ ഞങ്ങൾ കർത്താവെ പുതിയ അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ ഇടവരുമാറാകട്ടെ. കർത്താവെ വായിച്ച സങ്കീർത്തനത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ട ദൂതുകളും ആലോചനകളും അത് നൽകി തരുമാറാകണം. വ്യാപിച്ചു കൊള്ളണമേ. ഏവരെയും സന്ദർശിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ കഴിയാം. ഇതിനു തുല്യമേ ജീവിതം വയലിൽ, ഇതിനു തുല്യമേ ജീവിതം വയലിൽ, പൂവെന്ന പോലിതു പൂക്കുന്ന ദുരവിൽ, പൂവെന്ന പോലിതു പൂക്കുന്ന ദുരവിൽ, വാഴ്ത്തുക നീ മനമേ എൻ പരനേ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ എൻ പരനേ, വാഴ്ത്തുക നീ മനമേ. തന്നിയമങ്ങളെ കാത്തിടുന്നോർക്കും നിയമങ്ങളെ കാത്തിടുന്നോർക്കും തന്നോടെ ദാസർക്കും ദണ്ഡയ കാട്ടും, തന്നോടെ
ദാസർക്കും വാഴ്ത്തുക നീ മനമേ എൻ പരനെ വാഴ്ത്തുക നീ മനമേ വാഴ്ത്തുക നീ മനമേ എൻ പരനെ വാഴ്ത്തുക നീ. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഈ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാമത്തെ ദിവസം ആരാധനയ്ക്കായി കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നമുക്ക് ഇങ്ങനെ ഒരു അവസരം തന്നല്ലോ. ലോകത്തിലുള്ള എല്ലാ കൂട്ടായ്മകളും എല്ലാ അസംബ്ലികളും എവിടെ നോക്കിയാലും സ്കൂളിൽ കൂടി വരുന്നു. ആ കൂട്ടം പഠിക്കാൻ വേണ്ടി വരുന്നതാണ്. അതവർക്ക് പിന്നീടുള്ള പല ലക്ഷ്യങ്ങളുമുണ്ട്. ഒരു സമ്മേളനത്തിന് കൂടി വന്നു കഴിഞ്ഞാൽ അതിനും ലക്ഷ്യങ്ങളുണ്ട്. എന്നാൽ ഏകസത്യ ദൈവത്തെ ഭയപ്പെട്ടും മാനിച്ചും ആ ദൈവത്തിൽ നിന്നുള്ള മാനം കാണിച്ചിട്ടും വരുന്ന ഏക കൂട്ടമെന്ന് പറയുന്നത് ദൈവസഭയാണ്. ആ ദൈവസഭയിലാണ് നാം ആയിരിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ ചുരുക്കമാണെങ്കിൽ അത് ദൈവത്തിന് മുമ്പാകെ അത് വിലപ്പെട്ടതാണ്. അതുകൊണ്ട് നാം എല്ലാവരും ആയിരിക്കുന്നത് എങ്ങനെ? എന്തുകൊണ്ട് ഈ ആഴ്ചവട്ടത്തിന് ഒന്നാമത്തെ ദിവസമാണ്, ഞാൻ വന്നില്ലെങ്കിൽ അങ്ങനെയുള്ളതല്ല. പിന്നെയോ എൻ്റെ ദൈവത്തിൻ്റെ കൽപ്പനയുണ്ട്, ആരാധിക്കുക. മാത്രമല്ല ഈ വചനത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതുപോലെ ഞാൻ ഭയം കൂടാതെ ഇതിനെ ബുദ്ധിയോടുകൂടി അർപ്പിച്ച് ദൈവത്തെ സ്തുതിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളോടുകൂടി ആരാധിച്ച് ദൈവത്തിന് സാക്ഷി പ്രാപിച്ചു കഴിഞ്ഞാൽ എന്നെ ഒരു പദവിയിലേക്ക് കർത്താവ് ഉയർത്തും. ഏത് പദവിയിലേക്ക്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആരാധനയിൽ കൂടിയാണ് ഹാനോക്ക് സംസാരിക്കാൻ തുടങ്ങിയത്. ഹാബേൽ സംസാരിക്കാൻ തുടങ്ങി. ഹാബേലിൻ്റെ ഏത് സംസാരിച്ചു? ദേഹി അല്ലെങ്കിൽ ആത്മാവ് സംസാരിക്കാൻ തുടങ്ങിയത് എപ്പോഴാണ്? ആരാധനയിൽ കൂടിയാണ്. അപ്പോൾ ആത്മീയമണ്ഡലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരു ആരാധന എടുക്കുമ്പോൾ, ഒരു ആരാധന കൂടുമ്പോൾ ഒരാൾ പറഞ്ഞ് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒന്ന് രണ്ട് സഹോദരിമാരുടെ പേരും വേറൊരാളുടെ പേരും പറയും. ആ ശബ്ദമല്ലാതെ അവരുടെ ആരാധനയിൽ പാട്ടിലൊന്നും കേൾക്കാനില്ല എന്ന് പറയാനായിരുന്നു. ഏത് കൂട്ടായ്മയിലും സ്വരം എടുത്ത് കാണുന്നവരുണ്ട്, എടുത്തതാണ് ദൈവത്തെ ആരാധിക്കുന്ന സ്വരം. ആ സ്വരം വേണമെങ്കിൽ ഈ ലോകത്തിൽ വെച്ച് നമ്മൾ ആരാധനയിൽ സാക്ഷ്യം പ്രാപിച്ചിരിക്കണം. അപ്പോൾ സ്വർലോകത്തിൽ ചെന്ന ആരാധനയുണ്ടോ? സ്വർഗത്തിൽ ചെന്ന ആരാധനയുണ്ടോ? യഥാർത്ഥത്തിൽ ആരാധന അവിടെയാണ്. ആ ആരാധന ചെല്ലുമ്പോഴത്തേക്കും വാതുറക്കുമ്പോഴത്തേക്കും കോവിഡ് ബാധിച്ചതുപോലെ വാതുറക്കുമ്പോൾ ശബ്ദം വരുന്നില്ല. കാരണം ഇവർക്കങ്ങനെ പരാതിയില്ല. അവർ എപ്പോഴും ആരാധിക്കുന്ന രാപ്പകൽ നിത്യതയിൽ പറയുക, നിത്യതയിൽ കർത്താവിൻ്റെ മുമ്പാകെ ഇരുന്ന് എങ്ങനെയാണ് ആരാധിക്കുന്നത്? രാപ്പകൽ. കർത്താവിൻ്റെ സ്വന്തം അവൻ്റെ ഭക്തമാവിനെ ആരാധിക്കാനുള്ള സ്വരം എവിടെ കിട്ടി? പറഞ്ഞേ, ഭൂമിയിൽ വെച്ച് ആരാധിച്ച് ആരാധന ദൈവം സാക്ഷ്യം കൽപ്പിച്ചതോടുകൂടി എൻ്റെ പ്രാണൻ എന്ത് ചെയ്യാൻ തുടങ്ങി? സംസാരിക്കാൻ തുടങ്ങി. പ്രാണൻ സംസാരിക്കാൻ തുടങ്ങിയാൽ എളുപ്പമുള്ള കാര്യമല്ല. കർത്താവിനെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മുടെ പ്രാണൻ എപ്പോഴും മൗനവാസം, അതായത് മരിച്ചു കിടക്കുമായിരുന്നു. ആ ജീവനാണ് ഇന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാൻ അവസരം തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് അടങ്ങിയിരിക്കരുത്. ഇവിടം വരെ കർത്താവ് സാക്ഷ്യം പറയണം. എൻ്റെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചെന്ന് സാക്ഷ്യം പറയണം. അതിനുവേണ്ടി എന്തും ചെയ്യാം, അതിനുവേണ്ടി എന്തും കൊടുക്കാം. അങ്ങനെ ഏറ്റവും ഈ ലോകത്തിൽ ദൈവം മുൻകണ്ടിട്ടുള്ള ജനത്തിൻ്റെ ഏറ്റവും വലിയ പദവിയാണ് അവൻ്റെ വാൾ പോലെ മൂർച്ചയാകുക എന്നുള്ളത്. എങ്ങനെ മൂർച്ചയാകുക എന്നുള്ളത്? വാൾ പോലെ മൂർച്ചയാകുക എന്നുള്ളത്. ഒരു നമ്മൾ കട്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കും? നമ്മൾ സ്വഭാവപ്രശ്ന പുസ്തകത്തിൽ പഠിക്കുന്നത് ഇരുമ്പായുധം മൂർച്ചയില്ലാതെ പോയാൽ വെട്ടുന്നത് എന്ത് ചെയ്യണം? ഇത് നല്ലൊരു വാൾ വെച്ച് ഒരു വെട്ടിയാൽ ഇവിടെ കട്ടിക്കും. വാളിൻ്റെ മൂർച്ചയില്ലാത്താണെങ്കിലോ
എത്ര വെട്ടിയാലും കട്ടിയില്ല. ഇതുപോലെയാണ് ദൈവം ഒരു മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. വേറെ ഒരു കാര്യമല്ല. അവൻ്റെ വായ എങ്ങനെ ഇരിക്കണം പറഞ്ഞേ, മൂർച്ചയുള്ളതായിരുന്നു. അതിനേതാ 49:1 മുതൽ വായി. ശേഷം 49:1. ദ്വീപുകളെ എൻ്റെ വാക്ക് കേൾപ്പീൻ, ദൂരത്തുള്ള വംശങ്ങളെ ശ്രദ്ധിപ്പീൻ. ഈ ആളെ എപ്പം മുതൽ വിളിക്കുന്നു? ഗർഭം മുതൽ വിളിച്ചു. ഒരാള് ദുഷ്ടനുള്ളതാണോ ദൈവത്തിനുള്ളതാണോ എന്ന് എപ്പോഴാണ് തീരുമാനിക്കണേ? ഗർഭത്തിലാണ്. ഗർഭം മുതൽ ദുഷ്ടന്മാർ അവിടെ വെച്ച് കർത്താവുള്ളത് അല്ലെങ്കിൽ കർത്താവ് തൊഴില്ല. പിന്നെ എല്ലാ മാനുഷികമായിട്ട് ജീവിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കും. പക്ഷേ എന്ത് ചെയ്യില്ല? അവരുടെ കാര്യത്തിൽ ഇടപെടില്ല. കാരണം അവർ ഇടപെട്ടിട്ട് കാര്യമില്ല. അവർ ലോകത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ അവർ ജനനം മുതൽ ഭോഷ്ക് പറഞ്ഞ് തെറ്റി നടക്കും. അവർക്ക് എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയവും ഭോഷ്ക് പറയുന്ന വായി. അവർ പറയുന്ന കാര്യസാധ്യത്തിനായി ഒരു വമ്പ് പറയും, ഭോഷ്ക് പറയും. അത് ഭോഷ്കുള്ള വായ. പക്ഷെ ഭോഷ്കില്ലാത്ത വായ ആരുടെയാണ്? കന്യകമാരുടെ. പിന്നെ ഏറ്റവും മുഖ്യമായിട്ട് പറഞ്ഞില്ല, അവൻ്റെ വായിൽ വഞ്ചന ഉണ്ടായിരുന്നില്ല. ആരുടെ? യേശുവിൻ്റെ വായിലുണ്ടായിരുന്നു. യേശുവിൻ്റെ വായിലും അവൻ്റെ സഭയുടെ വായിലും ഇതില്ല. ഭോഷ്കില്ല. ഭോഷ്ക് ഒരാളുടെ വായിലുണ്ടെങ്കിൽ, ഭോഷ്കുള്ള ഒരാളുടെ വായിലുണ്ടെങ്കിൽ അയാളോടുകൂടി ഭോഷ്കിൻ്റെ ആത്മാവ് ഉണ്ടായി. ഭോഷ്കിൻ്റെ ആത്മാവ് അവരുടെ ഇതിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വെറുതെ ആയാലും എന്ത് പറയാൻ പാടില്ല, പുറത്ത് പറയാൻ പാടില്ല. ഭോഷ്ക് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒരാൾ അവകാശം പറയും, അവൻ എൻ്റെ മകനാണ്. ആരാ? സാധാരണ എന്ത് പറയാ? വചനം പറ. അവൻ ഭോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാകും. ആര് ഭോഷ്ക് പറഞ്ഞാലും അവൻ അപ്പം അവകാശം പറയും, കർത്താവേ അത് എൻ്റെ സന്തതിയാണ്. അതുകൊണ്ടാണ് പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ചീത്തത്തരം ഇതൊന്നും പാടില്ല. ഭോഷ്കൊന്നും പറയരുത്. തമാശ ആണെങ്കിൽ പോലും പറയരുത്. ആദ്യം നമ്മൾ തമാശയാണെന്ന് വിചാരിക്കും. നമ്മുടെ നാവ് കൈവിട്ട് പോയത് നമ്മൾ അറിയില്ല. വെറുതെ ഒരു കാര്യമില്ലാതെ ചില മനുഷ്യരുണ്ട്, നുണയെ ഭോഷ്കെ പറയുമോ, നേര് പറയില്ല. അപ്പം അവർ അറിയുന്നില്ല, വെറുതെ പറഞ്ഞതാണ്. ഞാൻ വെറുതെ എന്തെങ്കിലും പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ അതിന്മേൽ അവകാശം പറയും. അപ്പം പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏതോ ഒരു കാര്യത്തിൽ ആ വാൾ എനിക്ക് തരും വന്നു. അത് നമ്മൾ എല്ലാവരുടെയും കൂടെ ജീവിതത്തിൽ ഇത് ഇങ്ങനത്തെ കാരണം വചനം പറയുന്നത്, സഭയെന്ന് പറയുന്നത് ഒരു തൂണാണ്. അതുപോലെ ഒരു അടിസ്ഥാനമാണ്. എന്തിൻ്റെ തൂണും? സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമാണ് സഭ. അപ്പോൾ സത്യം വെച്ചതിന് തൂണ് നാട്ടിയതിന് ശേഷം അതിൻ്റെ പുറത്ത് വയ്ക്കുന്ന തടിയാണ് ഇത് സത്യം. അപ്പോൾ ഇവൻ ദൈവസഭയാണെന്ന് ചോദിച്ചാൽ ഇവൻ ദൈവസഭയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു സ്ഥലത്ത് ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുക. താഴത്ത് ഒരു വലിയ 2 നിലയുള്ള ഒരു വീടിൻ്റെ താഴത്ത് വലിയ പ്രശ്നങ്ങൾ നടക്കുക. അവരുടെ ഉടമസ്ഥൻ വന്ന് എന്തൊക്കെ പ്രശ്നം വന്നു, അത് ഇത് ആര് ചെയ്തു, അവിടെ വേസ്റ്റ് ഇട്ടത് എന്തോ വിഷയമാണ്, ആര് ചെയ്തു, എന്ത് ചെയ്തു എന്ന് പറ്റില്ല. അപ്പോൾ ആർക്കും അറിയാൻ പാടില്ല. അപ്പോൾ അന്നേരം ഒരാൾ അവിടെ താഴ്ത്തു പറഞ്ഞ് അതിൻ്റെ മേളിൽ 2 പേര് താമസിക്കുന്നുണ്ട്. അവർ ബന്ധുപുസ്തകരാണ്. അവർ നുണ പറയില്ല. അവരോട് ചോദിച്ച കാര്യം അറിയാം. അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അവരെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ഇവരെവിടെ വരുന്നു? ഈ തൂണിൽ ലോകം മുഴുവൻ അന്വേഷിക്കുന്നത് എന്താ? പറ. സത്യമാണ്. ഒരിക്കൽ ഒറ്റ പ്രാവശ്യം ഈ തൂണിൻ്റെ സ്ഥാനത്ത്, ഈ തൂണിൻ്റെ മുകളിൽ ഭോഷ്ക് കണ്ടാൽ അത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ഒരിക്കലും അതായത് നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടാലും എന്ത് പറയാൻ പാടില്ല? ഭോഷ്ക് പറയാൻ പാടില്ല. കാരണം ഇതെന്താണ്? സത്യത്തിൻ്റെ തൂണാണ്. എന്ത്? സഭ എന്ന് പറയുന്നത് സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനമാണ്. അതൊരിക്കലും അത് പറയാൻ പാടില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താ? ആ വായ കുറച്ചുള്ളതാണ്. വായിന് മൂർച്ചയാണ്. ആ മൂർച്ച ഒന്ന് ഇല്ലാതാക്കാനാണ് പറയും. അപ്പോൾ ജനനം മുതൽ ഒരു കൂട്ടര് എന്ത് പറയുന്നു? ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത് ഭോഷ്ക് വന്നു കഴിഞ്ഞാൽ ഈ വാളിൻ്റെ മൂർച്ച പോയി. ഒരു
കറിക്ക് അരിയാനായിട്ട് ഒരമ്മച്ചി മേളിൽ കൊണ്ടുവന്നിച്ചിരുന്ന കത്തിയാണ് ഒരു മോനുള്ളത്. അത് നല്ലൊരു സാധനമാണ്, നല്ല നല്ല അത് കൊണ്ടുപോയി അതെടുത്ത് കൊണ്ടുപോയി വെട്ടി ഇരുമ്പിൽ അതുമൊക്കെ വെട്ടിയതിന് ശേഷം കത്തി എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മീൻ വെട്ടാൻ കത്തി എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ രണ്ട് വശം ഒരുപോലെ ഇരിക്കും. അതുപോലെ മടങ്ങിയൊക്കെ ഇരിക്കുക. അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ ആക്കി തീർക്കാനാണ് സാധാരണ മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കുന്നത്. എന്ത് ചെയ്യിക്കുന്നത്? സ്കോർ ചെയ്യിക്കുന്നത്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള വിഷയം എന്നറിയാം. ഒരു പ്രാവശ്യം കാര്യം സാധിച്ചു കഴിഞ്ഞാൽ അത് മുദ്രയിട്ട് വെച്ചേക്കും, അതങ്ങനെ മിണ്ടില്ല. അത് അവന് ആവശ്യം വരുമ്പോഴാണ് പറയുന്നത്. ആവശ്യം വരുമ്പോൾ എടുക്കും. അതായത് ശിംശോൻ ഭാര്യ ദലീല, നിന്റെ ശക്തി ഇരിക്കുന്നത് എവിടെയാ? ഒന്ന് പറഞ്ഞതാ. നിന്റെ ശക്തി ഇരിക്കുന്നത് ശിംശോനോട് ദലീല ചോദിച്ചു, നിന്റെ ശക്തി ഇരിക്കുന്നത് എവിടെയാ? അപ്പൊ ശിംശോൻ വലിയ ബുദ്ധി ഉപയോഗിച്ച് എന്താ ഉപയോഗിച്ചേ? അതായത് ചാത്തണ്ട് കൊണ്ട് എൻ്റെ കൈ കാലും കെട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ശക്തിയൊക്കെ പോവും, അതിലാണ് എൻ്റെ ശക്തി എത്തുന്നത്. അത് കഴിഞ്ഞ് അവൾ അതുപോലെ തന്നെയൊക്കെ കെട്ടി കാര്യങ്ങൾ നടത്തി. അവസാനം ചെവിയിൽ പറഞ്ഞു, ശിംശോനെ ഇതാ ഫെലിസ്തർ വരുന്നു എന്ന് പറഞ്ഞു. അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് ചരടൊക്കെ പൊട്ടിച്ച് എഴുന്നേറ്റ്, പള്ളിയൊക്കെ പൊട്ടിച്ച് എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്കും നീ എന്നെ ഈ പ്രാവശ്യം ചതിച്ചല്ലോ. അവൻ പറഞ്ഞത് എന്തായിരുന്നു? അവൻ പറഞ്ഞത് മോഷ്കായത്. അപ്പം അവൻ ജയിച്ച്. ഒക്കെ ഞാൻ നിന്നോടൊക്കെ ഇത് പറഞ്ഞു തരുമോ? തരില്ല. വേദത്തിൽ വെച്ചു. രണ്ട് പ്രാവശ്യം കഴിഞ്ഞു, 3 പ്രാവശ്യം കഴിഞ്ഞു, 4ാമത്തെ പ്രാവശ്യം ആയപ്പോഴേക്കും അവൾ ഇവനെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി, പ്രേരിപ്പിക്കാൻ തുടങ്ങി. അവസാനം ഇവൻ ഏത് നിലയിലെത്തിയെന്നാ? ഏതാ? മരണദുഃഖമായി. അതായത് ഇവളോടിത് പറഞ്ഞില്ല എങ്കിൽ താൻ മരിക്കുമെന്നുള്ള നിലയായി. എന്താ അതിൻ്റെ കാരണം? എന്താ കാരണം? നാവ് മുമ്പേ ആരെടുത്തു? നാവ് മുമ്പേ സാത്താൻ എടുത്തതാ. അവൻ അതുകൊണ്ട് പറഞ്ഞേ പറ്റുള്ളൂ. അത് ഒരു പ്രാവശ്യം അവൻ ഉപയോഗിച്ചതിന് ശേഷം 2ാമത്തെ പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. അത് ചെയ്തേ പറ്റുള്ളൂ. മാത്രമല്ല അവനാ സത്യം പറഞ്ഞു കൊടുത്തു, മരിച്ചു. ഇനി മരിച്ചു കഴിഞ്ഞാൽ ശവമോ? ആ ശവത്തിന് അവകാശം പറയും. കാരണം എന്താ വെച്ചാൽ ഈ ലോകത്തിൽ ഏറ്റവും വിശ്വസ്തൻ എന്ന് പറയുന്നത്, പഴയ നിയമത്തിൽ ഏറ്റവും വിശ്വസ്തൻ എന്ന് പറയുന്നത് മോശയാണ്. മോശ മരിച്ചിട്ട് മോശയുടെ ശവം ആരടക്കി? മോശയുടെ ശരീരം ആരടക്കിയേ? ഇതൊക്കെ വചനം വായിക്കുന്നത് ദൈവമാണ് അടക്കിയത്. ദൈവം അടക്കി. അത്രമാത്രമാണ്. അത് മാത്രമല്ല, യേശു ഈ ലോകത്തിൽ വരുന്നതിന് മുമ്പ് ഇവനെ എഴുന്നേൽപ്പിച്ച് കൊണ്ടുവരാൻ, ഈ ശവത്തെ കൊണ്ടുവരാനായിട്ട് ആരെ പറഞ്ഞു വിട്ടു? മീഖായേലിനെ പറഞ്ഞു വിട്ടു. പ്രധാന ദൂതനാണ് മീഖായേൽ. ദൈവത്തിൻ്റെ സർവ്വ സൈന്യാധിപനാണ് മീഖായേൽ. ആ മീഖായേലിനെ പറഞ്ഞു വിട്ട് ശരീരം എടുത്തിട്ട് വരാം. ആരുടെ ശരീരം? മോശ ശരീരം. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അടുത്ത് ആരോട് സംസാരിക്കണമെന്ന് ഓർക്കണം. പ്രധാന ദൂതനുണ്ട്. ഇവിടുത്തെ സർവ്വസൈന്യാധിപൻ, ഇന്ത്യയുടെ സർവ്വസൈന്യാധിപനോട് ഇവിടുത്തെ ഒരാൾ സംസാരിക്കുമോ? നേരൊന്നും സംസാരിക്കില്ല. കാരണം അവൻ്റെ കഴിവും അവൻ്റെ പൗർവാദനമാണ്. അവന് തടുത്തു കഴിഞ്ഞപ്പോഴേക്കും എന്താണ് കാര്യം? വചനം പറയുന്നത് അവൻ്റെ വായിൽ വഞ്ചനയില്ലായിരുന്നിട്ടും അവർ അവന് ദുഷ്ടന്മാരോടുകൂടെ ശവക്കിന് കൊടുക്കും. അങ്ങനെ വചനത്തിൻ്റെ ഭാഗം പറയണം. അപ്പോൾ വായിൽ വഞ്ചനയുള്ളവൻ്റെ ചൗക്കുഴി ആരോടെയാണ്? ദുഷ്ടന്മാരോടെയാണ്. ദുഷ്ടന്മാരുടെ ശരീരം ആർക്കുള്ളതാണ്? പിശാചിനുള്ളതാണ്. മോശയുടെ ജീവിതത്തിൽ ഒരു തെറ്റ് വന്നുപോയി. എന്ത് തെറ്റ്? അവിവേകം പറഞ്ഞു പോയി. ഒരു കാര്യത്തിൽ അവിവേകം പറഞ്ഞു പോയി. പെട്ടെന്ന് ദേഷ്യപ്പെട്ട് പറഞ്ഞതാ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങൾ അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. പക്ഷെ നിങ്ങൾ തള്ളി പറയുമെങ്കിൽ അവൻ നിങ്ങളെ തള്ളി പറയും. എന്തെങ്കിലും കാര്യം പറ്റിയില്ല, എനിക്കിപ്പോൾ എൻ്റെ കിട്ടി ദശാംശം കൊടുക്കാൻ പറ്റിയില്ല, അതിൻ്റേതായ കുറവുകളും ശിക്ഷകളും ഒക്കെ ഉണ്ടാവും, അത്രേ ഉള്ളൂ. എനിക്ക് ആരാധനയ്ക്ക് വരാൻ പറ്റിയില്ല, ഞാൻ മനഃപൂർവ്വം അവിടെ ഇരുന്നു വേറെ ചില കാര്യങ്ങൾക്ക് പോയി. ഇതൊക്കെ ക്ഷമിക്കും. കാരണം അതെല്ലാം വിട്ടുകളയാം.
മോശ തൻ്റെ ജീവിതത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു, ദൈവഭവനത്തിലൊക്കെയും മോശ വിശ്വസ്തനായിരുന്നു. പക്ഷേ ഈ കാര്യം പറയാൻ പാടില്ല. എന്ത് പറയാൻ പാടില്ല? നാവ് കൊണ്ട് തള്ളി പറയാൻ പാടില്ല. നാവ് കൊണ്ട് തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ യാന്ത്രികമായിട്ട് സ്വാഭാവികമായിട്ട് അവൻ നമ്മയും തള്ളി പറയേണ്ടി വരും. ഒരു വിടുതം കിട്ടില്ല. അപ്പൊ ഇത്രയും വിശ്വസ്തന, ലോകത്തിലുള്ള സകല മനുഷ്യരിലും വിശ്വസ്തനായ മോശയെ ദൈവം പറ്റാത്ത ഒരവസ്ഥയാണ്. അവിടെ വെച്ച് എന്ത് ചെയ്യും? ഇവനെ രക്ഷപ്പെടുത്തുകയാണ്. ഇവനെ ഒന്ന് രക്ഷപ്പെടുത്തണം. അതുകൊണ്ടാണ് മനുഷ്യർ പറയുന്നത്, നിങ്ങളുടെ ഏത് അവിശ്വസ്തതയും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ, ഏത് കുറവും ഉണ്ടാകട്ടെ, അതെല്ലാം കർത്താവ് പരിഹരിച്ചു തരും. നിങ്ങൾ ഈ എന്തെങ്കിലും സ്വന്തം വഴികളിൽ നടന്നു, ആരാധനയ്ക്ക് പോയില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടുകാരനെ സ്നേഹിച്ചില്ല, ഈ കാര്യങ്ങളൊക്കെയും പരിഹരിക്കും കർത്താവ്. പക്ഷെ കർത്താവിൻ്റെ കരം നീട്ടാൻ പറ്റാത്തൊരു സംഭവമാണ് എന്ന് പറയുന്നു. വായ കൊണ്ട് തള്ളി പറയാന്ന്, വായ കൊണ്ട് അഭിഷേകം പറയാന്ന്, അവിവേകം സംസാരിക്കുന്നു. വായ കൊണ്ട് അവിവേകം സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന് തൊടാൻ പറ്റില്ല. അത് പിന്നെ അവിടെ ചെല്ലേണ്ടത് ദുഷ്ടന്മാരോട് പോകേണ്ടി വരും. ദുഷ്ടന്മാരോട് ഈ ശരീരം പോകേണ്ടി വരും. ദൈവത്തിന്റെ ശവങ്ങൾ എന്നുള്ള പദവിയിൽ നിന്ന് അത് മാറിപ്പോകും. അതുകൊണ്ട് കർത്താവ് അപ്പോൾ തന്നെ ഒരു മനുഷ്യൻ ആ തെറ്റിൽ നിന്ന് വിടുവിക്കാൻ ഇപ്പോൾ ഈ സമയത്ത് സ്വർഗം എങ്ങനെയായിരിക്കാന്ന് അറിയാം. സിയോൻ പർവ്വതത്തിൽ, സ്വർഗീയ യെരൂശലേമിൽ നമ്മളെങ്ങനെ നിൽക്കുന്നത്? നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹവും നോക്കിയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുള്ളൂ. നമ്മളിപ്പോൾ 50 പേരുണ്ട്. ഈ 50 പേരെ ഇരിക്കുന്നുള്ളൂ. നമ്മളെ കാണുന്നവർ എത്ര പേരുണ്ട്? ഒരാൾ ഇവിടെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ കളി നടക്കുക. കളി നടക്കുമ്പോഴത്തേക്കും അത് കളി നടക്കുന്നത് കളിക്കുന്നവർ ഒരു 8-10 പേരുണ്ട്. കളി കാണുന്ന അവിടെ ഇരിക്കുന്ന ഒരു 10,000-2,000 പേര് കാണും. പക്ഷെ യഥാർത്ഥത്തിൽ കാണുന്ന എത്ര പേരുണ്ട്? ഇവർ കാണാത്തത്. ലോകം മുഴുവനും അത് കണ്ടുകൊണ്ടിരിക്കുക, സകല ലോകവും. ഇതുപോലെയാണ് ഒരു വിശ്വാസിയുടെ ജീവിതം. എന്താ വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത? നാമും സാക്ഷികൾ ഇത്ര വലിയ സമൂഹവും. ഏതൊക്കെയാ സാക്ഷികൾ? ഏതൊക്കെയാ പറ, വചനം പറയണം. പിന്നെയോ സിയോൻ പർവ്വതം, ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേം, ദൂതന്മാരുടെ വലിയ സംഘം, പിന്നെ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശു, സകലത്തിന്റെ ന്യായാധിപതിയായ ദൈവം, ഹാബേലിന്റെ രക്തത്തെക്കാൾ മകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം, സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾ ഗാലറിയിൽ ഇരിക്കുന്നത് നമ്മൾ കാണുന്നില്ല. ഇത്രയും പേരുടെ ദൃഷ്ടി എവിടെയാ? ഇത്രയും പേരുടെ ദൃഷ്ടി സഭയിലാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സഭയിലേക്ക് ഇവരെല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുക, ദൈവജനത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. കാരണം ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അവര് അങ്ങനെ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുക. ഇതിനകത്ത് ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു വീഴ്ച ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ, വിശ്വസ്തനായി നിൽക്കുന്ന ഒരാൾ ഒരു പാപത്തിലേക്ക് വീണാൽ ആ പാളയത്തിൽ മൗനമാണ്. മറ്റേ പാളയത്തിൽ ആർപ്പാ? ഏത് പാളയത്തില്? ദുഷ്ടന്റെ പാളയത്തിൽ. അപ്പൊ മേളില് ഇന്ന് ആരൊക്കെ നോക്കുന്നു? ദൂതന്മാർ മുഴുവനും നോക്കിക്കൊണ്ടിരിക്കുക. ഇതിനു മുമ്പുമായി സിദ്ധന്മാരുടെ നീതിമാന്മാരുടെ ആത്മാക്കൾ മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കുക, യേശു നോക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ എല്ലാം ശ്രദ്ധയോടെ ഈ സഭയിൽ നോക്കിക്കൊണ്ടിരിക്കുക. ഈ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതം നിസ്സാരമാണ്. ആകയാൽ 70 സംവത്സരം, ഏറെയാൽ 80 സംവത്സരം. ഇതിനകത്ത് തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കാൻ പ്രായമായാൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന സമയം മുതൽ അത്രമാത്രം ശ്രദ്ധയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇസ്രായേൽ മക്കളെ കൊണ്ട് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താ? അവരെ സ്വർഗീയ സിയോനിൽ കൊണ്ടുപോകാമെന്നല്ല, പിന്നെയോ അവരെ കനാൻ ദേശത്ത് എത്തിക്കാമെന്നാണ്. പക്ഷെ അതുകൊണ്ടൊരു ഉദ്ദേശമുണ്ട്. എന്താണ്? തനിക്ക് രണ്ട് കാര്യങ്ങൾ, ഒരു നാമം സമ്പാദിക്കണം. ഏതൊക്കെയാ? അതിന് ശാശ്വത നാമവും മഹത്വമുള്ള നാമവും, 2 നാമം സമ്പാദിക്കും. യഹോവയ്ക്ക്
എന്തൊക്കെ വേണം? ശാശ്വതമായ നാമവും മഹത്വമുള്ള നാമം സമ്പാദിക്കേണ്ടതിന് വേണ്ടി ഇവരെ നടത്തുന്നത്. അപ്പോൾ യഹോവ എന്ന നാമം ശാശ്വതമാണോ? അല്ല. മഹത്വമുള്ളതാണോ? ഇല്ല. ഇത് രണ്ടും ഉള്ളത് ഏതാ? യേശു എന്ന കർത്താവിന്. കാരണം യഹോവ എന്ന പദവും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ടെന്ന് അർത്ഥം. അങ്ങനെ പോകുമ്പോൾ ഈ നാമം സമ്പാദിച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? നാളെ ഈ നാമത്തിൽ വേണം 112 സങ്കീർത്തനം 26 വാക്യത്തിൽ എടുക്കണ്ട, സമയം പോകും. 112 സങ്കീർത്തനം 26 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എന്താ? ഇതാ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. അതായത് ഈ നാമത്തിൽ ഒരാൾക്ക് വരണം. ആർക്ക്? വരാനിരിക്കുന്ന മശിഹായിക്ക് വരണമെങ്കിൽ എന്ത് വേണം? നാമം വേണം. ഈ നാമത്തിലുമാണ് വരേണ്ടത്. അതാണ് കർത്താവിൻ്റെ വരം പറയും, ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു. ഇത് ഇസ്രായേലിൽ വിശ്വസിക്കാതിരുന്നുകൊണ്ടാണ് അവർ ശപിക്കപ്പെട്ടവരായി പോയത്. കർത്താവ് അവരോട് പറഞ്ഞു, യെരൂശലേമേ, എത്ര വട്ടം ഒരു കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ തൻ്റെ ചിറകിന് കീഴെ ചേർക്കുന്നത് പോലെ നിങ്ങളെ എനിക്ക് ചേർത്തുള്ളവൻ എത്ര വട്ടം മനസ്സായിരുന്നു. നിങ്ങൾക്ക് മനസ്സായില്ല. നിങ്ങളുടെ കുടുംബം ശൂന്യമായിത്തീരും. നിങ്ങളുടെ ഭവനം ശൂന്യമായിത്തീരും. എന്തുകൊണ്ട്? എവിടം വരെ പറഞ്ഞേ? ഞാൻ നിങ്ങളെ പരിപാലിക്കേണ്ടത് എത്ര വട്ടം എനിക്ക് സമ്മതമായിരുന്നു? നിങ്ങൾക്ക് സമ്മതമായില്ല. പക്ഷേ ഞാൻ ഇനി നിങ്ങൾ എന്നെ കാണണമെങ്കിൽ നിങ്ങളെ ഞാൻ അങ്ങ് സംരക്ഷിക്കും. എപ്പോഴാണെന്നറിയോ? നീ എപ്പോഴാ? കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല. സമ്പാദിച്ച നാമത്തിൽ 118 സങ്കീർത്തനത്തിൽ 26 വാക്യത്തിൽ എഴുതിയിരിക്കുന്ന കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് പറയുന്നത് ഈ ആളെ കുറിച്ച് ആകുന്നുവെന്ന് പറഞ്ഞാൽ മതി. അവൻ എന്ത് സംരക്ഷണം കിട്ടും എന്ന് പറഞ്ഞല്ലേ പറഞ്ഞു. അതായത് യഹോവയായ ദൈവം ശാശ്വതവും മഹത്വമുള്ളതുമായ നാമം സമ്പാദിച്ച ആ നാമത്തിൽ ഒരാൾ വരുന്നുവെന്ന് 118 സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന ആൾ തന്നെയാണ് ഈ യേശു എന്ന് ഒരാൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവനെ എന്ത് ചെയ്യും? ഒരു കോഴി തൻ്റെ കുഞ്ഞിനെ തൻ്റെ ചിറകിൽ ചേർക്കുന്ന പോലെ അവൻ ചേർത്ത് ഇവിടെ ഈ ലോക ജീവിതം കഴിക്കുകയും കർത്താവിന്റെ സന്നിധിയിൽ എടുക്കുകയും ചെയ്യും. അങ്ങനെ പോകുന്നവരാണ് സഭ. അങ്ങനെ സംരക്ഷിക്കപ്പെടുന്നവരാണ് ദൈവസഭ. കർത്താവിന്റെ സ്തോത്രം. അവിടെ കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഞാൻ അതിന്റെ പ്രാധാന്യം പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നടത്തിക്കൊണ്ട് വരുമ്പോഴാണ് സ്വർഗത്തില് സന്തോഷമായി. എന്താ കാരണം കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ച് നാമം സമ്പാദിക്കാൻ പോവാ. തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കയ്ക്ക് ചെല്ലുമാറാക്കി. ഇപ്പൊ കർത്താവിന്റെ ഭുജം എവിടെയാ? മോശയുടെ വലങ്കയ്ക്കില്ല. ചെങ്കടല് പിളർന്നു. അത്ഭുതങ്ങളെല്ലാം കഴിഞ്ഞ് മരുഭൂമിക്കൂടെ നടത്തി. ആർപ്പാണ്. എവിടെയാ? സ്വർഗത്തില്. അന്ന് പാളയം അടിയില. വിശുദ്ധന്മാരെ പാളയം. ബാക്കിയുള്ളതൊക്കെ മുകളിലുണ്ട്. അത് നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുമ്പോ എത്ര വർഷമായെന്നറിയോ? കാദേശ് ബർന്നയിലെത്തി. വർഷങ്ങൾ കഴിഞ്ഞു. കാദേശ് ബർന്നയിലെത്തി കഴിയുമ്പോൾ മോശ പെട്ടെന്ന് കോപിച്ച് ആദരങ്ങളാൽ ഉപയോഗം സംസാരിച്ചു. എന്ത് ചെയ്യും? ഈ മോശയുടെ ശരീരം കൊണ്ട് എന്ത് ചെയ്യും? ഒരാള് വചനം നമ്മൾ പഠിപ്പിക്കുന്നത് നാം അവിശ്വസ്തരായി തീർന്നാലും നാം തള്ളി പറയുന്നുവെങ്കിൽ അവൻ നമ്മയും തള്ളി പറയും. ഇതിൽ ആദ്യത്തത് സംഭവിച്ചു കഴിഞ്ഞാൽ സമാധാനമുണ്ട്. ഏതാ? അവിശ്വസ്ത സംഭവിച്ചാൽ സമാധാനമുണ്ട്. പക്ഷെ ഇതോ വാൾ കൊണ്ട് അരുതാത്തൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെടുന്ന സമയം മുതൽ 50 സങ്കീർത്തനം പറയുന്നത് നിന്റെ നാവ് നീ ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു. അപ്പൊ വിട്ടുകൊടുക്കണമെങ്കിൽ ഉടമ്പടി നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. യേശുവിൻ്റെ കർത്താവെന്ന് പരിശുദ്ധാത്മാവിൽ പറഞ്ഞ് രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ഈ നാവിന് വേണ്ടി എന്തുണ്ട്? വിടുതമുണ്ട്. ഈ നാവ് കൊണ്ട്, ആ പറഞ്ഞ വാഗുകൊണ്ട് ഈ പറഞ്ഞ വാക്കിന് വിരുദ്ധമായിട്ട് പറയിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് പിന്നീടുള്ള ക്രിസ്തീയ ജീവിതം. അങ്ങനെ കൊണ്ടുപോയി അങ്ങനെ ഒടുവിൽ ഇവൻ അവിവേകം സംസാരിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവഭയമില്ലാത്ത വാക്ക് അവൻ സംസാരിച്ചു കഴിഞ്ഞാൽ ഇവൻ്റെ ജീവിതത്തിൽ നാവിനും ശരീരത്തിനും ആരവകാശം പറയും? ശത്രു അവകാശം പറയും. ഇനി അവനെ ഏത് ഇതിലേക്ക് കൊണ്ടുപോകണം? ദുഷ്ടന്മാരോട് സൗകര്യം കൊടുക്കണം. സ്വർഗത്തിലെ അവസ്ഥ എന്താ? ഈ സാക്ഷികളുടെ അവസ്ഥ എന്താ? ഇന്ത്യ ജയിക്കുമ്പോൾ, പാകിസ്ഥാൻ ജയിക്കുമ്പോൾ, അവിടെ പോയി ജയിക്കുമ്പോഴത്തേക്കും
ഇത് ജയിക്കുമ്പോഴുള്ള ആർപ്പും മറ്റുള്ളവർ ജയിക്കുമ്പോഴുള്ള ആർപ്പും അവർക്ക് തുച്ഛമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പക്ഷം ജയിക്കുക. അങ്ങനെ സിയോൻ പർവ്വതവും സ്വർഗീയ യെരൂശലേമും ഈ ദൂതന്മാരെ മുഴുവൻ സംഘവും ആർത്ത് ഘോഷിക്കുന്ന സമയത്ത് ഈ വാക്ക് കേട്ടതോടുകൂടി മൗനമായി. എന്താ കാരണം? എന്ത് സമ്പാദിച്ചിട്ടില്ല. ശാശ്വതവും മഹത്വമുള്ള ഒരു നാമം ഇതുവരെയും സമ്പാദിച്ചിട്ടില്ല. കാലാവസാനത്തിൽ മശിഹ വരില്ല, സഭ ഉളവാകില്ല, ഈ വീണ്ടെടുപ്പ് നടക്കില്ല, ഇവരിവിടുന്ന് പോവുകയില്ല. ആരാ എന്ന് പറഞ്ഞു ബാക്കി കഴിഞ്ഞ ദിവസം പറഞ്ഞ ഇവരിവിടുന്ന് പോവുകയില്ല. ആരാ? സ്വർഗത്തിൽ അവരുടെ സ്ഥാനം പിന്നെ കണ്ടില്ലെന്നാ. ആരെയാ? പിശാചിന്റെയും അവന്റെ കൂട്ടം എവിടെയുണ്ട്? സ്വർഗത്തിലുണ്ട്. അവരൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ നോക്കിയിരിക്കുന്നത്. ആര്? ദൈവിക ദൂതന്മാര്. ദൈവം നോക്കിയിരിക്കുന്ന അതിന് വേണ്ടി ഇവർക്ക് പോകാൻ വേണ്ടി അതിനുള്ള വഴിയാണ് ഭൂമിയിൽ ചെയ്യുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ സംഭവം വന്നതോടുകൂടി മൗനതയായി. അവിടെ വചനം പറയുന്നത്, ദൈവം സകലതും അറിയുന്നവൻ, ആദ്യത്തിന്റെ അന്തവും അറിയുന്നവൻ, അവൻ ചെയ്ത ശിക്ഷയ്ക്ക് തക്കവണ്ണം, അവൻ ചെയ്ത തെറ്റിന് തക്കവണ്ണം ഒരു ശിക്ഷ അങ്ങോട്ട് വിധിച്ചു. ആ ശിക്ഷ എന്ന് പറഞ്ഞത്, നീ എന്നെ ഇങ്ങനെ ഈ നിലയിൽ നിങ്ങൾ സംസാരിച്ചത് കൊണ്ട് നിങ്ങൾ ഇനി കനാൻ ദേശത്ത് കിടക്കില്ല. കർത്താവ് സ്തോത്രം. ജീവിതം എന്തിനു വേണ്ടിയിട്ടാണ് മോശ ഇത്രയും കാലം? മോശയ്ക്ക് ഏകദേശം 100 വയസ്സാകാറായി. 40, 80, 100 വയസ്സ് കഴിഞ്ഞു. 100 വയസ്സ് കഴിഞ്ഞിരിക്കുന്ന മോശ എന്തിനാ ഈ ആയുഷ്കാലം മുഴുവനും ഈ കഷ്ടപ്പെട്ടെ? ആ കനാൻ ദേശത്ത് സഹോദരങ്ങളോട് എത്താൻ വേണ്ടിയിട്ടാണ്. അതാ കിട്ടൂല എന്ന് പറഞ്ഞത്. മോശയ്ക്ക് ദുഃഖമായി, ഇസ്രായേൽ പാളയത്തിലെല്ലാം ദുഃഖമായി. പക്ഷേ അവിടെ സന്തോഷമായി. എവിടെയാ? വചനത ദൈവജനത്തിന്റെ ന്യായവിധി നിമിത്തം സിയോൻ പർവ്വതം സന്തോഷിക്കുകയും യഹൂദ പുത്രിമാർ ആനന്ദിക്കുകയും. സ്വർഗത്തിന് സന്തോഷമായി. കാരണം എന്താ അറിയാം? എന്താ? ഏതായിരുന്നാലും ദൈവം തക്കതായ ശിക്ഷ കൊടുത്ത് ന്യായവിധി ചെയ്ത് ഈ മനുഷ്യൻ എന്ത് ചെയ്തു? വീണ്ടെടുത്തു. ഇനി മുമ്പോട്ട് പോകും. അതുകൊണ്ടാണ് പറയുന്നത്, ദൈവം നമുക്ക് എന്തെങ്കിലും ശിക്ഷ തരുമ്പോൾ നമുക്ക് കണ്ണുനീരും ദുഃഖമാണ്. സ്വർഗത്തിലെന്താ? ആ സാക്ഷികൾക്ക് സന്തോഷമാണ്. നമുക്ക് കർത്താവ് തരുന്ന ഓരോ ബാലശിക്ഷ നമ്മൾ കഴിക്കുമ്പോഴും നമുക്ക് കണ്ണുനീര് വരും. പക്ഷെ ആർക്ക് സന്തോഷം? സ്വർഗത്തിന് സന്തോഷമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, സർവശക്തന്റെ ശിക്ഷ നീ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷിയരുത്. ശിക്ഷ സഹിക്കുന്നുവെങ്കിൽ ബാക്കി അപ്പൻ മക്കളോടൊന്ന പോലെ നിങ്ങളോടുള്ളൂ. ശിക്ഷ ആര് സഹിക്കുന്നുവെങ്കിൽ, ശിക്ഷ സഹിക്കുന്നുവെങ്കിൽ. അടുത്തത്, ശിക്ഷിക്കപ്പെടുമ്പോൾ ദുഃഖമുണ്ടാകും. എന്നാൽ ആ ദുഃഖം കൊണ്ട് ഇരിക്കാതെ, ഞാൻ ചെയ്ത തെറ്റിനും തക്കവണ്ണം ഞാൻ പ്രാപിച്ചിട്ടില്ല, എൻ്റെ പിതാവ് എന്നെ ശിക്ഷിച്ചത് അതെൻ്റെ അവകാശമാണെന്ന് അവൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവനെന്ത് ചെയ്യും? സന്തോഷിക്കും. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനം പറയുന്നത്, എന്നാൽ ദുഃഖിതനായവനല്ലാതെ എന്നെ സന്തോഷിപ്പിക്കുന്ന ആര്? ഞാനൊരിക്കലും ഒരു സ്ഥലത്തിരിക്കുമ്പോൾ ഒരപ്പൻ തന്നെ കുഞ്ഞിനെ, ഒരു പെൺകുട്ടിയാണ്, അവളെന്തോ പറഞ്ഞതെന്ന് ശരിക്ക് ശിക്ഷിച്ച് 2 അടി ശരിക്കടിച്ചു. വളരെ കരച്ചിലും ബഹളമൊക്കെ ആയി. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവളൊരു ബോർഡിൽ വെൽക്കം എന്ന് പറഞ്ഞ് എഴുതിക്കൊണ്ട് വന്നു. ഈ പിതാവ് കരഞ്ഞു പോയി. പിതാവിന് അവളെ കെട്ടിപ്പിടിച്ച് സന്തോഷമായി. കാരണം ഈ പിതാവ് അടിച്ചത് മനസ്സുണ്ടായിട്ടല്ല, പിന്നെയോ അവളുടെ തെറ്റിനാണ് ശിക്ഷിച്ചത്. ഇവൾ നേരെ വരണമെന്നാണ് ആഗ്രഹം, അതുകൊണ്ടാണ് ശിക്ഷിച്ചത്. അത് കഴിഞ്ഞ് ദുഃഖമുണ്ട്. ആർക്ക്? വേദനയെടുത്ത കുഞ്ഞിനേക്കാൾ കൂടുതൽ ദുഃഖം ആർക്കുണ്ട്? ശിക്ഷിച്ച പിതാവിനുണ്ട്. ആ പിതാവ് സന്തോഷിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഏത് വഴി? ശിക്ഷ ഏറ്റവൻ തിരിച്ചു ചെന്ന് പിതാവിനെ സന്തോഷിപ്പിക്കണം. അതുകൊണ്ടാണ് ഏത് മനുഷ്യനും ബാലശിക്ഷ നിങ്ങൾ സഹിക്കണം. അതുതന്നെയല്ല, ശിക്ഷിച്ചവനെ നിങ്ങൾ അടിക്കുന്നുവെങ്കിലേക്ക് എന്ന് പറയാനില്ലേ? ഒരാൾ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം? നിങ്ങൾ അടിക്കുന്നുവെങ്കിലേക്ക് തിരിയണം, ശാസിക്കുന്നുവെങ്കിലേക്ക് തിരിയണം. ശാസിക്കുമ്പോൾ എല്ലാവരും ഓടിപ്പോവും. അങ്ങനെയല്ല, ഇതെന്ത് ചെയ്യണം? ശാസിക്കുമ്പോൾ അങ്ങോട്ട് അടുത്ത് ചെല്ലണം, ശിക്ഷിക്കുമ്പോൾ എന്ത് ചെയ്യണം? അങ്ങോട്ട് അടുത്ത് ചെല്ലണം. ശിക്ഷിക്കുന്നുവെങ്കിലേക്കും അടിക്കുന്നുവെങ്കിലേക്കും ശാസിക്കുന്നുവെങ്കിലേക്കും തിരിയണം. അവിടെയാണ് കർത്താവിന്റെ വചനത്തിൽ നമ്മൾ കാണുന്നത്. ഇവിടെ
മോശയെ സംബന്ധിച്ചിടത്തോളം ഇതാ മോശയ്ക്ക് യഥാസ്ഥാനം നൽകി അവിടെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ കൊണ്ടുപോയി അവിടെ നിൽക്കുമ്പോൾ ഈ ഒരു വാക്ക് അവന് ഇപ്പോഴും ഒരു അവകാശമുണ്ട്. ഇപ്പോഴും അവനൊരു അവകാശം പറയുന്നുണ്ട്. കാരണം അവൻ അവിവേകം പറഞ്ഞല്ലേ മരിക്കുന്നതിന് മുമ്പ് ദൈവത്തിന് മുമ്പാകെ അവിവേകം പറഞ്ഞതാ. ആ ശരീരം അവകാശം പറയാനായിട്ട് പ്രധാന ദൂതനായ മീഖായേലിനെ ദൈവം പറഞ്ഞു വിട്ടപ്പോൾ ശവമെടുക്കാനായിട്ട് ശരീരം എടുക്കാനായിട്ട് എന്ന് കഴിഞ്ഞപ്പോൾ അവൻ തടുത്തു. അത് അവൻ്റെ അവകാശമാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്ത് പറയും? അതുകൊണ്ടാണ് വിശ്വാസം വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ ആദ്യം പഠിപ്പിക്കേണ്ടത്, ഏറ്റവും ആദ്യം പഠിപ്പിക്കേണ്ടത്, നിന്റെ ജീവിതത്തിൽ ഇതാ ഈ ലോകത്തിലേക്ക് നീ ഇറങ്ങുക. പല കാര്യങ്ങളും ജീവിതത്തിൽ വരും. അവിശ്വസത വരും, ആത്മീയമായ താഴ്ച വരും, പലതും നിനക്ക് ചെയ്യാൻ സാധിച്ചില്ലെന്ന് വരും. ഇതെല്ലാം ചെയ്തോ, പക്ഷെ നീ എന്ത് ചെയ്യരുത്? നാവ് കൊണ്ട് ദോഷം പറയും. നാവ് കൊണ്ട് ദൈവത്തിന് വിരുദ്ധമായിട്ട് പറയരുത്. കാരണം ദൈവത്തിന് പോലും വിടുവിക്കാൻ പറ്റാത്ത നിലയിലായി പോകും. കാരണം അത് പിന്നീട് വരുന്നുണ്ട്, പിന്നീട് കാലങ്ങൾക്ക് ശേഷം വരുന്നുണ്ട്. അതറിയാമോ? കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, വയസ്സായി, മോശം മരിക്കേണ്ട സമയമായി, ഏകദേശം 120 വയസ്സായി. 120 വയസ്സായപ്പോൾ എല്ലാം നെബോ പർവ്വതം വരെ എത്തി. നെബോ പർവ്വതം കഴിഞ്ഞു കഴിഞ്ഞാൽ യോർദാൻ്റെ ഇക്കരയാണ്. പിന്നെ യോർദാൻ കിടന്ന് അങ്ങോട്ട് പോകണം. അപ്പുറത്ത് കിടക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മോശയോട് പറഞ്ഞിട്ടുണ്ട് അക്കരെ കിടക്കില്ല. അപ്പോൾ മോശ കുറേ കാലമായില്ലേ, സംഭവം ഉണ്ടായിട്ട് കുറേ കാലമായി. കർത്താവിൻ്റെ എപ്പോഴും അങ്ങനെ ഓർമ്മ വെച്ചുകൊണ്ടിരിക്കുമോ? അങ്ങനെ കർത്താവിൻ്റെ ഇടയ്ക്ക് ചെന്ന്, കർത്താവെ, ആദ്യമേ തന്നെ ഒരു മകൻ അപ്പൻ്റെ അടുത്ത് സംസാരിക്കുന്നത് പോലെ അപ്പനെ അങ്ങോട്ട് ഉയർത്തി, കർത്താവെ, നീ നിന്റെ മഹത്തമായിട്ടുള്ള ഭുജവും നിന്റെ അത്ഭുത വീര്യവും കാണിച്ചു തുടങ്ങിയല്ലോ. ഇസ്രായേൽ മക്കൾക്ക് കനാൻ ദേശം അവകാശമാക്കി കൊടുക്കാൻ പോവുകയാണല്ലോ. കർത്താവെ, അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ വീര്യപ്രവർത്തനം ഓർത്താൽ നിന്നെ പോലെ ഒരു ദൈവം വേറെ ഈ ലോകത്തിൽ ആരുമില്ല. ഒക്കെ സമ്മതിച്ചു, ഒരു കുഴപ്പമില്ല. ആര്? മോശ അപ്പനോട് പറയാം, കർത്താവിനോട് പറയാം, സമ്മതിച്ചത്. അതെല്ലാം പറഞ്ഞു, കർത്താവെ, ഞാൻ ഒന്ന് കൃതിയെന്ന് നീ ആ പാലും തേനും ഒഴുകുന്ന ദേശം അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും പിതാക്കന്മാരോടും നീ കൊടുക്കുമെന്ന് വാഗ്ദത്തം ചെയ്ത ആ ദേശം ഞാൻ കണ്ടിട്ടില്ല. നീ അവിടെ കിടക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ഒന്ന് കിടന്ന്, നീ യോർദാൻ കടന്ന് ഒന്ന് ചെന്ന് അവിടുത്തെ കണ്ടാലോ. കർത്താവ് പറഞ്ഞു, മതി, ഇനി നീ ഇതിനെക്കുറിച്ച് എന്നോട് സംസാരിക്കരുത്. ആരാ പറയുന്നത് ഓർക്കണം. മോശയെപ്പോലെ വിശ്വസ്തനായ ഒരാളുണ്ടായിട്ടില്ല. മോശയെപ്പോലെ വിശ്വസ്തനായിട്ടുണ്ടായിട്ടില്ല. നീ 100 അവിശ്വസ്തത കാണിച്ചിരുന്നെങ്കിലും, എത്ര അവിശ്വസ്തത കാണിച്ചിരുന്നെങ്കിലും ഇന്ന് കർത്താവ് കയറ്റിക്കൊണ്ട് പോരാമായിരുന്നു. പക്ഷേ ഇത് കർത്താവിൻ്റെ കരുത്തിൽ നിന്ന് പോയി, കർത്താവിൻ്റെ കയ്യിൽ നിന്ന് അത് പോയി. കർത്താവിൻ്റെ കരുത്തിലില്ല. എന്തു ചെയ്യും? ഈ കാര്യത്തെക്കുറിച്ച് മിണ്ടരുത്. ഇനി അതൊക്കെ ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണെന്നറിയാം, അതിനകത്ത് നമ്മൾ പഠിക്കുന്നത് വിശ്വസ്തത വേറെ, നാവിൻ്റെ നിയന്ത്രണം വേറെ. നാവ് ഒരു നാവിൻ്റെ വചനം പറയുന്നത് ഒരു കപ്പൽ നിയന്ത്രിക്കുന്നത് ചുക്കാനും കൊണ്ടാണ്. ഒരു ചുക്കാനും കൊണ്ടാണ്. ഈ കപ്പലിൻ്റെ കപ്പല് നമുക്ക് കണ്ടിട്ട് 300 മീറ്റർ നീളവും 1/2 കിലോമീറ്റർ നീളമുള്ള കപ്പലൊക്കെ ഉണ്ട്. 1/2 കിലോമീറ്റർ അങ്ങനെയുള്ള നീളമുള്ള കപ്പലും ഉണ്ട്, അത്രയും വലുതാണ്. പക്ഷെ അതിനെ നിയന്ത്രിക്കുന്ന ചുക്കാൻ എത്രയുണ്ട്? അതിൻ്റെ ഒരു അംശം മാത്രമേ ഉള്ളൂ. പക്ഷെ അതും മതി ഈ കപ്പലിനെ നിയന്ത്രിക്കാൻ. ഈ കപ്പലിനെ നിയന്ത്രിക്കാതെ മതി. ഇതുപോലെയാണ് മനുഷ്യൻ്റെ നാവ്. ഈ നാവ് മാത്രം സൂക്ഷിച്ചാൽ ഇവനെ എവിടെ ചെല്ലാം? സുയോജിൽ ചെല്ലാം. രക്ഷിക്കപ്പെട്ടവൻ, കർത്താവിൻ്റെ നാമത്തിൽ രക്ഷിക്കപ്പെട്ടവൻ, അവൻ വേറെ ഒരു വിശ്വസ്തത കാണിച്ചില്ലെങ്കിലും അവൻ തൻ്റെ നാവിനെ കടിഞ്ഞാണ്ട് സൂക്ഷിക്കുന്നവനാണെങ്കിൽ അവനെ എല്ലാ അവിശ്വസ്തതയും നീക്കി കുറ്റമറ്റവനായി കർത്താവിൻ്റെ മഹിമാസനത്തിങ്കൽ ആനന്ദത്തോടെ കർത്താവ് നിർത്തുവാൻ ശക്തനാണ്. ഇതുകൊണ്ട് ദോഷം വന്നു പോയി കഴിഞ്ഞാൽ കർത്താവിൻ്റെ കരം കുറിയിപ്പോകും. പിന്നെ പ്രവർത്തിക്കാൻ പറ്റില്ല, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് കർത്താവ് വചനം പറയുന്നത്, നിങ്ങൾ അവിശ്വസ്തരായി തീർന്നോ,
തീരട്ടെ. അവൻ വിശ്വസനാ. കാരണം നിങ്ങൾ അവിശ്വസത കാണിച്ചാൽ അവൻ വിശ്വസനായി പറഞ്ഞു. പക്ഷെ ഈ കാര്യം മാത്രം പാടില്ല. കാരണം ഇത് 1 പറഞ്ഞു, 2 പറഞ്ഞു എന്ന് പറഞ്ഞ് അവസാന ഗതി എന്നോണ്ടിരിക്കുക. വചനം പറയുന്നത് ജീവചക്രത്തിന് തീ പിടിക്കുക. ജീവചക്രത്തിന് തീ പിടി. ജീവചക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവചക്രം ഏതാ? കിണറ്റിലെ ചക്രം തകരും, ഉറവെങ്കിലെ കുടം ഉടയും. ഏത് പുസ്തകത്തിലാണ്? സഭാപ്രസംഗിയിൽ ആദ്യമായിട്ട് വരും. ഉറവ് കിണറ്റിലെ ചക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറവിക്കലെ കുടം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറവ് വരുന്നത് എവിടെയാ? സകല ജാഗ്രതയോടുകൂടി നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലാകുന്നു. നമ്മുടെ ഹൃദയം, നമ്മുടെ രക്തം പമ്പ് ചെയ്ത് വരുന്നത് എവിടുന്നാ? ഹൃദയത്തിൽ നിന്നാ. അപ്പൊ അതാണ് ഉറവെങ്കിലെ കുടം. സഭാപ്രസംഗിയിലെ വിഷയം പഠിച്ചിട്ടില്ലേ? ബദാമർഷം പൂക്കും എന്ന് പറഞ്ഞാൽ, ബദാമർഷം പൂക്കും എന്ന് പറഞ്ഞാൽ എന്താ? തല നരയ്ക്കൊന്ന്. അപ്പൊ അത് ആ വാക്യം അത് നമുക്ക് ഒരു ദിവസം നമുക്കത് പഠിക്കാം. ഉറവെങ്കിലെ കുടം കൂടെ. അപ്പോൾ ഇവിടെ നിന്ന് ഈ നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് രക്തം മുഴുവനും ശരീരം മുഴുവൻ ചക്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ജീവചക്രത്തിൽ നമ്മൾ കാണുന്നത് രക്തമാണ്. നമ്മൾ കാണുന്നത് ഈ രക്തത്തിന് തന്നെ 2 വശമുണ്ട്. ഈ രക്തം കുറച്ചെടുത്ത് നമ്മൾ നിലത്തൊഴിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ചെല്ലുമ്പോൾ അത് കട്ടയായിട്ടിരിക്കും. അപ്പോൾ അത് ഏതാണ്? മണ്ണാണ്. അത് രക്തത്തിൽ തന്നെ 2 വശമുണ്ട്. ഒന്ന് ജീവാംശമുണ്ട്, ഒന്ന് ജഡാംശമുണ്ട്. ഇതിൽ ജീവാംശം മനുഷ്യന്റെ നാവ് കൊണ്ട് ദോഷം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നാവ് കൊണ്ട് കർത്താവിനെ തള്ളിപ്പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ തന്നെ അതിൽ പതുക്കെ തീ പടരാൻ തുടങ്ങും. മനസ്സിലാവണില്ലേ? ഇങ്ങനെ തീ പടരാൻ തുടങ്ങും എന്ന് മാത്രമല്ല, ഈ ശരീരം, അതായത് ശരീരം വേറെയാണ്, ശരീരം ഇന്ധനമാകാൻ തുടങ്ങും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ധനമാകാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇവിടെ ഒരു തടി വെട്ടിക്കൊണ്ടുവന്ന് വിറകൊന്നുമില്ല, ആ അടുപ്പിലേക്ക് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. പുകയണ അല്ലാതെ കത്തൂല്ല. ആ തടി ആദ്യം വെട്ടി കൊണ്ടുവന്ന് കീറി തൊലി കളഞ്ഞ് വെയിലത്തിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് ഇട്ട്, അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഉണങ്ങി. ഇപ്പം ഇതെന്താ? ഇന്ധനമാണ്, കത്തിക്കാനുള്ള വിറകാണ്. അപ്പോൾ തടിക്ക് പറ്റില്ല, ഇപ്പം ഇതിന് പറ്റും. ഇനി അടുപ്പിലേക്ക് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ കത്തും? നല്ലോണം കത്തും. ഇത് അതുപോലെയല്ല. എങ്ങനെ? നാവ് കൈവിട്ടു പോയി കഴിഞ്ഞാൽ, നാവ് തൻ്റെ ജീവിതത്തിൽ നിന്ന് കൈവിട്ടു പോയി ദൈവത്തിന് വിരോധമായിട്ട് നമ്മൾ വിശ്വസിച്ചതിന്, കർത്താവിൻ്റെ നാമത്തിൽ ഇതിൽ വന്നതിന് വിരുദ്ധമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വന്നു പോയി കഴിഞ്ഞാൽ, അപ്പോൾ ഇത് ചെയ്യും? ഉറവുകളിൽ നിന്ന് വരുന്ന ജീവചക്രത്തിന് തീപിടിക്കും. ഇങ്ങനെ തീപിടിച്ച് നിൽക്കുമ്പോൾ അവൻ്റെ ജീവിതം പിന്നീട് അവൻ്റെ വായ് കൊണ്ട് പറയുന്ന ഓരോ വാക്കുകൾക്കും ശരീരം എന്തായിക്കൊണ്ടിരിക്കും? ഇന്ധനമായിക്കൊണ്ടിരിക്കും. ഇന്ധനമായതിനു ശേഷം ആയുസ് പൂർത്തിയാകുമ്പോൾ, അങ്ങ് ഇവിടെ നിന്ന് വിട്ടു മാറുമ്പോൾ ഈ മനുഷ്യൻ എതിലേക്ക് ഇറങ്ങും. ഇങ്ങനെയുള്ള മനുഷ്യൻ അതിന് നരകത്താൽ തീപിടിക്കും. നരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗാധ കൂപമാണ്. അതായത് നരകം എന്ന് പാതാളം തന്നെയാണ്. ഇതിലേക്ക് അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ വെള്ളം കൊണ്ടുവച്ച് കഴിഞ്ഞാൽ, തീയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ തീ കെട്ടുപോകും. അത് വെള്ളത്തിനൊന്നും സംഭവിക്കില്ല. പെട്രോൾ കൊണ്ട് ഒഴിച്ചാലോ? ഇതുപോലെയാണ് നാവിനെ നിയന്ത്രിക്കാത്ത ഒരു മനുഷ്യൻ ആ സ്ഥലത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ, നരകത്തിലെ തീയിലേക്ക് എന്ന് എങ്ങനെ ഇരിക്കും? പെട്ടെന്ന് ആളി കത്തും. ഇതൊന്നും ആദ്യമായിട്ടാണോ യാക്കോബിന്റെ ലേഖനം വായിച്ച്? അങ്ങനെ നാവും ചെറിയ അവയവങ്ങൾ. അതിൻ്റെ 3 5 വായിക്കും. അങ്ങനെ തന്നെ നാവും ഒരു ചെറിയ അവയവമെങ്കിലും ഇതിൽ പറയുന്ന ചില വിഷയങ്ങളുണ്ട്. അവിവേകം, വമ്പ്, പിന്നെ ഭോഷ്ക്, പിന്നെ നിഷ്ഠൂരത. ഇങ്ങനെ 4 പ്രധാനമാണ്. എന്നതൊക്കെയാ? വമ്പ്, പിന്നെ ഭോഷ്ക്, നിഷ്ഠൂരത, അവിവേകം. ഈ 4 കാര്യങ്ങളാണ്. അതായത് ഒന്ന് യൂദായുടെ ലേഖനത്തിൽ
ഒന്ന് 106-ാം സങ്കീർത്തനത്തിൽ ഒന്ന് അങ്ങനെ ആ 4 കാര്യങ്ങൾ നമ്മൾ വെച്ചോളണം. ആ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെച്ചോളണം. ഇങ്ങനെ നാവ് കൊണ്ട് പറഞ്ഞു പോയി. ഓമ്പ് പറയുന്നു പറഞ്ഞ് ഏറ്റവും ആദ്യം എന്ത് ചെയ്യുന്നു? ദേഹത്തെ മലിനമാക്കുന്നു. ജീവചക്രത്തിന് ആദ്യം തീ പിടിക്കുന്ന എവിടെയാ? ജീവചക്രത്തിനാണ്. ആ ജീവചക്രത്തിന് തീ പിടിക്കുന്നത് എങ്ങനെയാന്ന് ആദ്യം നമ്മൾ പറഞ്ഞു. ആ ജീവചക്രത്തിന് തീ പിടിച്ചു വയ്ക്കും ഇവിടെ തന്നെ. കർത്താവ് കൊളുത്തുകയും നരകത്താലന ഇത് കഴിഞ്ഞ് ശരീരം വിട്ട് കഴിഞ്ഞ് ദേഹി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഭൂന്ന് പെട്ടെന്ന് കത്തും. എങ്ങനെ കത്തും? നരകത്തിന്റെ തീ. ആ നരകത്തിന്റെ തീ പെട്ടെന്ന് അതിലേക്ക് കത്തുപിടി. അവിടെയാണ് ഒരു മനുഷ്യന്റെ ജീവിതം നിൽക്കുന്നത്. ഇതാണ് ഇങ്ങനെയുള്ള ശവങ്ങളാണ് ശത്രുവിന്റെ അവകാശം. അവിടെ ഒന്നും പറയാൻ ആർക്കും പറ്റില്ല. അതുകൊണ്ട് വിശ്വാസത്തിലേക്ക് വരുന്നവർക്ക് ഏറ്റവും ആദ്യം കൊടുക്കേണ്ട പഠനം ഇതാ. നിങ്ങൾ കൃത്യമായിട്ട് ദശാംശം കൊടുക്കണം കേട്ടോ. നിങ്ങൾ ഒറ്റ ആഴ്ചയും മുടക്കരുത്. ഇതൊന്നും അല്ല പറയേണ്ടത്. ഏറ്റവും ആദ്യം പറയണം, നീ എങ്ങനെ ഇതിനകത്ത് വന്നേ? നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. യേശുക്രിസ്തുവിന്റെ കർത്താവെന്ന് ഹൃദയം നുറുങ്ങിയപ്പോൾ ദൈവം തന്ന പരിശുദ്ധാത്മാവിനാൽ യേശുക്രിസ്തുവിന്റെ എന്റെ കർത്താവെന്ന് നീ വായ കൊണ്ട് ഏറ്റു പറഞ്ഞ ഒറ്റ ശബ്ദത്തിലാണ് നീ ഇവിടെ വന്നേ. അതേ വാക്കുകൾ തന്നെ പുറത്തും പോകാൻ വേറൊരു ഉപാധിയൊന്നും വേണ്ട. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. സർവശക്തനായ ദൈവം പോലും കൈയൊഴിയും. കാരണം ഏറ്റവും വിശ്വസ്തനായ മോശയാണ്. 2 വിശ്വസ്തതയാണ്, 2 വശമാണ്. ഒന്ന് മനുഷ്യന്റെ വിശ്വസ്തത, 2 നാവ്. ഇത് രണ്ടും രണ്ടാണ്. അതുകൊണ്ട് മറ്റെല്ലാറ്റിനേക്കാളും കൂടുതൽ ദൈവത്തിന്റെ സഭ അറിഞ്ഞിരിക്കേണ്ടതും പഠിച്ചിരിക്കേണ്ടതും തൻ്റെ നാവിനെ നിയന്ത്രിക്കും. നാവ് കൈവിട്ട് പോകാനുള്ള പല കാര്യങ്ങളുണ്ട്. നാവ് കൈവിട്ട് പോകാനുള്ള പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ ചിന്തിച്ചാൽ ശരിയാവില്ല, സമയം തീർന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെ നമ്മുടെ നാവ് കൊണ്ട് വരുന്നതിന് ക്രമമുണ്ട്. ആ ക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം എന്ത് ചെയ്യുന്നു? നാവ് കൊണ്ട് പറയുന്ന കാര്യങ്ങൾ വമ്പ് പറയുക, ഭോഷ്ക് പറയുക, അവിവേകം പറയുക, നിഷ്ഠൂരത പറയുക. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അത് ക്രമേണ എങ്ങോട്ട് കിടക്കുന്നു? ജീവചക്രത്തിന് തീ പിടിക്കുന്നു. ജീവചക്രത്തിന് തീ പിടിച്ചതിന് ശേഷം ശരീരം എന്താകുന്നു? അപ്പോൾ അവിടുന്ന് മലിനമാകും, അതായത് ഇന്ധനമാകുന്നു. ഇങ്ങനെ മലിനമായത് തൻ്റെ ആയുഷ്കാലം പൂർത്തി കഴിഞ്ഞ ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ശവം കൊണ്ട് ആര് പോകും? പിശാച് പോകും. ഇതാണ് ശവം അടക്കുമ്പോൾ നമുക്ക് ഒരുവിധമൊക്കെ നമുക്ക് കൃപയിൽ ശ്രദ്ധിക്കുന്നവർക്കറിയാം. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ശവത്തിൻ്റെ പുറത്ത് ഈ ഏറ്റവും നമ്മളെ ഇതിൽ കാണുന്ന ഏറ്റവും മ്ലേച്ഛതയിൽ ഇരിക്കുന്ന ഈച്ച വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കുമ്പോൾ നമ്മുടെ ശവടക്ക് ശുശ്രൂഷയിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ വന്നിരിക്കുന്നു. അത് നമ്മൾ ആരെയും വിധിക്കാനല്ല. എന്ന് പറഞ്ഞാലും നമ്മൾ ആ സമയത്തുള്ള അടയാളങ്ങൾ ഭയങ്കരമാണ്. കാരണം ഇത് അവൻ്റെ അവകാശമാണ്. ഞാൻ ഒരു സ്ഥലത്ത് ഒരു ശുശ്രൂഷയ്ക്ക് പോയിട്ട് ആ ശുശ്രൂഷ പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ല. അവിടെ അടയാളം വരും, ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ ചെയ്തു ഓർത്തോളണം. ഞാൻ ഈ വിഷയം അല്ല ചിന്തിച്ചത്. ഇവിടെ ഇത്രയും കാലമായിട്ട് വന്നിട്ട് ഞാൻ എഴുതിക്കൊണ്ട് വരുന്നവർക്കൊന്നും പറയും അല്ലാത്തതൊക്കെ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പഠിക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും പറയുമ്പോഴേക്കും എന്തായിരുന്നു? ജീവചക്രത്തിന് തീ പിടിക്കുന്നു. പിന്നെ തുടർന്ന് എന്ത് ചെയ്യുന്നു? മലിനമായതിന് ശേഷം ആ മാലിന്യത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അവൻ മരണത്തിൽ അവൻ്റെ ശരീരം ആരവകാശം പറഞ്ഞുകൊണ്ടുപോകും? അവൻ ഏത് ശവക്കുഴി? ദുഷ്ടന്മാരുടെ ശവക്കുഴി. പ്രാണൻ എങ്ങോട്ട് പോകും? നരകത്താൽ തീ പിടിച്ചു പോകാതെ. ഈ സംവിധാനം ശരിക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് ശത്രു നോക്കിയിരിക്കുന്നത്. ശത്രു ഇതിന് വേണ്ടിയിട്ടാണ് ഒരു മനുഷ്യനെ നോക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്, ദുഷ്ടന്മാർ ഗർഭം മുതൽ ഭ്രഷ്ടന്മാരായിരിക്കുന്നു എന്നാൽ അവരെന്ത് ചെയ്യുന്നു? അവർ ജനനം മുതൽ പോഷ്ക്ക് പറഞ്ഞ് തെറ്റി നടക്കുന്നു. അവരവസാനം ചെന്ന് ചേരുന്ന ഭാഗമാണ് ഇവിടെ പറയുന്നത്. എന്നാൽ നീതിമാന്റെ വായോ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഒരു മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശമാണ്, ഒറ്റ ആഗ്രഹമാണ്. വേറെ ഒന്നും വേണ്ട, നീ വേറെ ഒന്നും സമ്പാദിക്കണ്ട. എന്ത് മതി? മൂർച്ചയുള്ള ഒരു വായു. വേറെ ഒരു കാര്യവും വേണ്ട. പോഷ്കില്ലാത്ത വായു.
വഞ്ചനയില്ലാത്ത വായ്, വമ്പില്ലാത്ത വായ്, നിഷ്ഠൂരതയില്ലാത്തൊരു വായ്. അത് മാത്രം മതി കർത്താവിന്. കാരണം അങ്ങനെയുള്ളവനെ തക്ക സമയത്ത് കർത്താവ് എഴുന്നേൽപ്പിച്ച് കർത്താവ് ഉപയോഗിക്കും. ആ വാക്കിനെ തടുക്കാൻ ആർക്കും സാധിക്കില്ല, ഒരു മനുഷ്യരും. വചനം പറയുന്നത് യാക്കോബിനെ മടക്കി വരുത്തുവാൻ ഇങ്ങനെയുള്ളവരെയാണ് ഉപയോഗിക്കുന്നത്. ആര്? യാക്കോബിനെ. ആരെ യാക്കോബ്? ആദ്യം വായിക്കാം, നമുക്ക് നമ്മൾ തുറന്ന് വായിക്കാം 41 യെശയ്യാപ്രവചനം ബാക്കിയുള്ളത്. യെശയ്യാപ്രവചനം 41 ഒന്ന് മുതൽ വായിച്ചുകൊണ്ടിരിക്കുക. അത് അവൻ്റെ വായ വാൾ പോലെ മൂർച്ചയാക്കി. അവിടെ മുതൽ വായിക്കും. അവൻ എൻ്റെ വായ വാൾ പോലെ മൂർച്ചയാക്കി തൻ്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു വെച്ചു. കൈയുടെ നിഴലിലാണ്. കർത്താവിൻ്റെ കര ഏതാ? കർത്താവിൻ്റെ കൈ ഏതാ? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? യഹോവയുടെ ഭുജം എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ തൻ്റെ പ്രവർത്തിക്കുന്നതാണ് കരം കൊണ്ട്. അപ്പോൾ ദൈവം എന്തെല്ലാം പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? അവൻ തൻ്റെ വചനത്താൽ, ശക്തിയുള്ള വചനത്താൽ ലോകത്തെ സൃഷ്ടിച്ച് ലോകത്തെ നിർത്തിയിരിക്കുന്നത് എന്തിനാലാ? വചനത്താലാണ്. ആ വചനം തന്നെയാണ് യേശുക്രിസ്തു, കർത്താവായ യേശുക്രിസ്തു. അതായത് വചനം ജഡമായി തീർന്ന മനുഷ്യനായി വിടുന്നതാണ് യേശുക്രിസ്തു. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത് തൻ്റെ കൈയുടെ നിഴലിൽ ഒളിപ്പിച്ചു, ദൈവത്തിൻ്റെ കരങ്ങൾ ഒളിപ്പിച്ചു. അപ്പോൾ അവൻ്റെ വായ ഇങ്ങനെയുള്ള വാൾ പോലെ മൂർച്ചയുള്ളത്. അവനെ മിനുക്കി അമ്പാക്കി തൻ്റെ ഭൂമിയിൽ ഒളിപ്പിച്ചു. ഇങ്ങനെയുള്ളവരുടെ പ്രത്യേകതയാണ്, അത് ശ്രദ്ധിച്ചോളണം. ഇങ്ങനെയുള്ളവർ പ്രത്യേകത, ഇസ്രായേലെ നീ എൻ്റെ ദാസൻ, ഞാൻ നിന്നിൽ മഹുദ്ധീകരിക്കപ്പെടും എന്ന് പറയും. കർത്താവ് ഇങ്ങനെയുള്ളവർക്കുള്ള മാനസിക വിരിങ്ങാണ്. ഇത്രയും കാലം ഞാൻ അധ്വാനിച്ചിട്ട് എന്ത് പ്രയോജനം? ഞാൻ വിശ്വാസത്തിൽ വന്ന് എന്നെ പോലെ വിശ്വാസത്തിൽ വന്നവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ട് എത്രയോ ശോഭിക്കുന്നു. എനിക്ക് ഒന്നാമത്തെ തന്നെ എൻ്റെ വീട്ടിലൊക്കെ സാഹചര്യം വിട്ടിട്ട് പോകാൻ സമയമില്ല. എനിക്ക് എൻ്റെതായ പ്രശ്നങ്ങൾ തീർന്നിട്ട് കർത്താവിന് വേണ്ടി എന്തും പ്രവർത്തിക്കാൻ സമയമില്ല. മറ്റവരൊക്കെ ഏത് നിലയിൽ ശോഭിക്കുന്നു. കർത്താവിൻ്റെ ഫലം പറയുന്നത് അങ്ങനെയല്ല. കാരണം കർത്താവിൻ്റെ കൈയുടെ നിഴലിൽ ഒളിപ്പിച്ചിരിക്കുന്നവൻ അവൻ വിചാരിക്കും ഞാൻ എങ്ങും എത്തിയില്ലെന്ന്. അങ്ങനെയല്ല. അവൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത് മൂർച്ചയുള്ള വായ. അതിന് വില ഒരു ദിവസം വരും. അത് കർത്താവ് വില വെച്ച് കർത്താവ് കൊണ്ടുവരാൻ വേണ്ടി കർത്താവിൻ്റെ വിലമുള്ള കരുത്തിൻ്റെ താഴ്ത്തിയിരിക്കുക. അങ്ങനെ താണിരിക്കുമ്പോൾ ആ വിശ്വാസത്തിന്റെ വാക്കൊന്നും പറയണ്ട, അങ്ങനെ നിരാശയുടെ വാക്കൊന്നും പറയണ്ട. കർത്താവ് എഴുന്നേൽപ്പിക്കുന്ന നാൾ വരും. കർത്താവ് എന്നേക്കും മറന്നു പോവുകയില്ലല്ലോ. അവൻ ദുഃഖിപ്പിച്ചാലും അവന്റെ മഹാദയ്ക്ക് ഒത്തവണ്ണം അവന് നിന്നോട് കരുണ തോന്നും. അതുകൊണ്ട് അതിലൊന്നും നിരാശപ്പെട്ടു പോകണ്ട. ഇവൻ പറയുകയാണ്, ഇങ്ങനെ ഗർഭം മുതൽ കണ്ട് വിളിച്ച് ഭൂമിയിൽ വന്നതിന് ശേഷം വാൾ പോലെ മൂർച്ചയാക്കി മിനുക്കി അമ്പാക്കി തൻ്റെ കൈയുടെ നിഴലിൽ മറച്ചു വെച്ചു. എന്നിട്ട് പറഞ്ഞു, നീ എൻ്റെ ദാസനാണ്, ഞാൻ നിന്നിൽ മഹത്വം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ മനോവിചാരമാണല്ലോ പറഞ്ഞത്. ദൈവമേ, ഞാൻ വെറുതെ അധ്വാനിച്ചു, എൻ്റെ ശക്തിയെ വെറുതെ വ്യർത്ഥമാക്കി. ഞാൻ എത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ടല്ലോ, എന്ത് പ്രയോജനം? ഞാൻ ഈ വിശ്വാസത്തിൽ എന്ത് പ്രയോജനം? ഇല്ല. ദൈവം പ്രവർത്തിക്കാൻ പോകുന്നു. കാരണമല്ല, അതിനൊരു ആവശ്യമുണ്ട്. എന്താ ആവശ്യം? അത് പറഞ്ഞേ. അടുത്ത വായിച്ചു. കർത്താവിന് സത്രം. ഇതൊന്നും വേണ്ട. ഞാൻ ഇത്രയും കാലം ജീവിച്ചത് എൻ്റെ ദൈവവുമായിട്ടുള്ളൊരു ബന്ധത്തിൽ ഒരു ന്യായമുണ്ട്. ആ ന്യായത്തിലാണ് ഞാൻ ജീവിച്ചത്. എനിക്കുള്ള പ്രതിഫലം മനുഷ്യൻ തരണ്ട. ആരുടെ പക്കലുണ്ട്? എൻ്റെ ദൈവത്തിന്റെ പക്കലുണ്ട്. കർത്താവ് ഇപ്പോഴും യാക്കോബിനെ തന്റെ അടുക്കൽ തിരിച്ചു വരുത്തുവാനും കർത്താവ് രണ്ട് ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാ. ഏതൊക്കെയാ? യാക്കോബിനെ തിരിച്ചു വരുത്തണം, ഇസ്രായേലിനെ കൂട്ടിച്ചേർക്കണം. രണ്ട് കാര്യങ്ങളാണ്. യാക്കോബിനെ തിരിച്ചു വരുത്തണം എന്തിനാ? യാക്കോബ് എങ്ങോട്ട് പോയതാ? സഹോദരൻ കൊല്ലുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ യാക്കോബ് എങ്ങോട്ട് പോയി? ഭവനത്തിൽ നിന്ന് വിട്ട് എവിടെ പോയി? ലാബാന്റെ ഭവനത്തിൽ പോയി. രണ്ട് ഭാര്യമാരുണ്ട്. പോയ വഴിക്ക് ബേഥേലിൽ കൂടി കടന്നുപോയി. പല കാര്യങ്ങളെല്ലാം നടന്നു. അവിടുന്ന് ഭാര്യമാരായി, കുട്ടികളായി,
സമ്പത്തായി, ദാസിദാസന്മാരായി, എല്ലാമായി. പക്ഷെ മടക്കി വരുത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ? യാക്കോബ് ദൈവം കണ്ടവനാണ്, പക്ഷെ ഇസ്രായേലായിട്ടില്ല. കാരണം എന്താ? അവനിൽ എന്ത് കിടക്കുന്നു? ഉപായം, വഞ്ചന കിടക്കുന്നു. അവൻ ഈ സമ്പാദിച്ചതല്ല. എന്തുകൊണ്ടാ? അവന് ജ്യേഷ്ഠാവകാശം, അവന് സമ്പാദിക്കുന്നു. അവൻ 2 ഭാര്യമാരെ കൊടുത്ത് അതൊന്നും. ഇത് എല്ലാറ്റിനും എവിടെയെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ഭാരം അവൻ്റെ ഉള്ളിലുണ്ട് തന്നെ. ഇങ്ങനെ വിശ്വാസത്തിലേക്ക് വരാതെ ദൈവം കണ്ടിട്ടുള്ള ജനത്തെയാണ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞേ യാക്കോബ് എന്ന് പറയും. യാക്കോബ് എന്ന് പറഞ്ഞാൽ അവരാ. യാക്കോബ് എന്ന് പറഞ്ഞാൽ ആരാ? ദൈവം മുൻകണ്ടിട്ടുണ്ട്, ലോകത്തിൽ ജനിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെ എന്തോ